കേരള ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായ മെഹ്റാൻഗഡ് കോട്ടയിലേക്കാണ്. 1459, അതായത് 566 വർഷങ്ങൾക്ക് മുമ്പ് 15ാമത്തെ റാത്തോഡ് രാജാവായിരുന്ന റാവു ചോഡയാണ് ഈ കോട്ട പണി കഴിപ്പിച്ചത്. ഈ കോട്ടയുടെ ഉള്ളിൽ കയറുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണിത്. എന്ത് രസമാണെന്ന് നോക്കി ഈ സിറ്റി കാണാൻ. ഇതിൽ മിക്ക വീടുകളും നീല കളറിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ ജയ്പൂർ സിറ്റിയെ പിങ്ക് സിറ്റി എന്ന് വിളിക്കുന്ന പോലെ ജോധ്പൂർ സിറ്റിയെ ബ്ലൂ സിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഇതൊക്കെ കോട്ടയുടെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. ഈ ജോധ അക്ബർ പോലുള്ള ഹിന്ദി പടം കാണുമ്പോൾ കിട്ടുന്ന ഫീലാണ് കേട്ടോ ഇവിടെ നിന്നും കിട്ടുന്നത്. ഇതുവഴിയാണ് കോട്ടയുടെ അകത്തേക്ക് കയറേണ്ടത്. ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെയാണുള്ളത്. കോട്ട തുടങ്ങുന്നിടത്തുള്ള കാഴ്ചയാണിത്. എൻ്റെ പൊന്നോ, വലിയ പാറക്കല്ലിൻ്റെ മുകളിൽ പണിതെടുത്ത് ഇത് കാണുമ്പോൾ തന്നെ തലകറങ്ങുന്നുണ്ട്. ഇത് കൂടെ വന്ന മൂന്നെണ്ണം ഇതെങ്ങനെ കണ്ടു തീർക്കുക എന്ന ആലോചനയിലാണ്. കൂടെ വന്ന 2 ഫോട്ടോഗ്രാഫേഴ്സ് ആയതുകൊണ്ടേ കാണുന്നതെല്ലാം അവർക്ക് സേവ് ദ ഡേറ്റിന് പറ്റിയ സ്ഥലങ്ങളാണ്. നടന്ന് ഒരു പോയിന്റിലെത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത് കേട്ടോ. ഇതൊക്കെ എങ്ങനെ മുഴുവൻ കണ്ടു തീർക്കാനാണെന്ന് എന്തെല്ലാം 2 നടക്കുന്നത്. കോട്ടയുടെ വാതിൽ കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ട്. കുറച്ചുകൂടി ഉള്ളിലെത്തിയാൽ കാണുന്ന കോട്ടയുടെ ഉൾവശമാണിത്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ എങ്ങനെയാമോ പണിതത്. കണ്ടിട്ട് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. നിറയെ കണ്ണാടികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട റൂം കണ്ട മഹാരാജ അജിത് സിംഗിന്റെ ബെഡ്റൂമായിരുന്നു അത്ര ഇത്. പിന്നീട് ഇതൊരു പൂജാമുറിയാക്കി. ഒരു വിളക്കിൽ നിന്നുള്ള പ്രകാശം ഗ്ലാസുകളിൽ തട്ടി കുറേ ഗ്ലാസുകളിൽ നിന്നുള്ള പ്രകാശമായി മാറുന്ന തരത്തിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശേഷ്മഹൽ എന്നാണ് ഇതിനെ വിളിക്കാറ്. പിന്നെയും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു മുറിയിലാണ് എത്തുക. പണിയുന്ന സമയത്ത് 29 കിലോഗ്രാം സ്വർണ്ണം ഉപയോഗിച്ച് പണിത മുറിയാണ് അത്ര ഇത്. സീലിങ്ങിലൊക്കെ സ്വർണ്ണം ഉപയോഗിച്ചുള്ള മനോഹരങ്ങളായ ചിത്രപ്പണികൾ കാണാൻ സാധിക്കും. കൊട്ടാരം നർത്തകിമാരുടെയും സംഗീതജ്ഞരുടെയും ഒക്കെ പരിപാടികൾ ഇവിടെയാണ് അത്ര നടന്നിരുന്നത്. ഇതിൽ കാണുന്ന കുറേ കളറുള്ള ഗ്ലാസുകൾ കണ്ടു. ബെൽജിയം ഗ്ലാസുകളാണ് പോലും ഇതൊക്കെ. സുന്ദരമായ ഒരുപാട് പെയിന്റിങ്ങുകളുള്ള ഈ റൂം മഹാരാജ അഭയ് സിംഗിന്റെ കാലഘട്ടത്തിലാണ് പണി കഴിപ്പിച്ചത്. വീണ്ടും മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചയാണിത്. ഈ കോട്ടയുടെയും ബ്ലൂ സിറ്റിയുടെയും ഒക്കെ മനോഹരമായ കാഴ്ച ഇവിടെ നിന്നും കാണുവാൻ സാധിക്കും. ഈ കോട്ടയുടെ ഒരു ഭാഗം മ്യൂസിയം ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. പഴയ പല്ലക്കുകളും ആയുധങ്ങളും ഒക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പിന്നെ നമ്മൾ എത്തിയത് തഖത്ത് വിലാസ് എന്ന റൂമിനരികിലാണ്. 1850കളിൽ ജോധ്പൂർ രാജാവായിരുന്ന തഖത് സിംഗ് ആണ് ഈ റൂം പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ബെഡ്റൂം ആയിരുന്നു അത്ര ഇത്. രാജാവ് ഉപയോഗിച്ചിരുന്ന വിരിപ്പൊക്കെ ഇവിടെ കാണുവാൻ സാധിക്കും. ചുവരുകളിലൊക്കെ മനോഹരങ്ങളായ പെയിന്റിംഗ് വർക്കുകളുള്ളതാണ്. ബെൽജിയം ഗ്ലാസ് കൊണ്ട് പണിത ജനൽപ്പാളികളും മനോഹരമായി പെയിന്റ് ചെയ്തിരിക്കുന്ന ഫ്ലോറും ഒക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. ഇതൊക്കെ കണ്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കാത്തിരുന്നത് മനോഹരങ്ങളായ കുറേ കാഴ്ചകളായിരുന്നു. ഹോളിച്ചക്ക് എന്ന ഈ സ്ഥലത്ത് വെച്ചാണ് തരാം രാജാവും രാജ്ഞിയും ഹോളി ആഘോഷിച്ചിരുന്നത്. 250ലധികം ജാലികളുള്ള ഈ മാളിയെ കാണാൻ തന്നെ കിട്ടില്ല ലുക്കാണ്. കോട്ടയുടെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന പീരങ്കികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏകദേശം 3 മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ പ്രിൻസിന്റെ ക്വാർട്ടേഴ്സിലേക്ക് വെച്ചു പിടിച്ചു.